അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഅല അറാബിയുൻ ഹക്കീമൻ. ഒരു കുഗ്രാമവാസി, ഒരപരിഷ്കൃതനായ ഒരറാബി, അദ്ദേഹം ഒരു ജ്ഞാനിയോട് ഇങ്ങനെ ചോദിച്ചു. ഒരു അറാബി ഇങ്ങനെ ചോദിച്ചു: ലിമാദ യംനഉല്ലാഹു അന്നി, അള്ളാഹു എന്തിനാണ് എനിക്ക് തടയുന്നത്? മാ അതമന്നാഹു ബിശിദ്ദത്തിൻ, ഞാൻ വളരെ കഠിനമായി അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് എന്നിൽ നിന്നും തടയുന്നത് എന്ന് അറാബിയായ ഒരാൾ ഒരു ജ്ഞാനിയോട് ചോദിക്കുകയാണ്. ഇബ്തസമൽ ഹക്കീം. അപ്പോൾ ആ ജ്ഞാനി ഒന്ന് പുഞ്ചിരിച്ചു. അയാളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ഹക്കീം അഥവാ ആ ജ്ഞാനി പറഞ്ഞു: അറഅയ്ത, നീ കാണാറില്ലേ, അല്ലെങ്കിൽ എന്താണ് നിൻ്റെ അഭിപ്രായം? ലൗ അന്ന തിഫ്ലൻ യബ്കി ബിശിദ്ദത്തിൻ, ഒരു കുട്ടി വളരെ കഠിനമായി കരയുന്നു. ലിയൗഖുദ ജംറത മിനൻ നാരി, അഗ്നിയിൽ നിന്ന് ഒരു തീയിൻ്റെ കട്ട എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു തീക്കട്ട കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഇങ്ങനെ വല്ലാതെ കഠിനമായിട്ട് കരയാണ് എന്നുള്ളത് നീ കാണാറില്ലേ? ലിയൗഖുദഹു ജംറത്തൻ മിനൻ നാരി, ആ തീയിൽ നിന്ന് ഒരു കട്ട കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്, ലിയൽ അബബിഹ, അതുമായി കളിക്കാൻ വേണ്ടിയിട്ട്, ഒരു തീയിൽ നിന്ന് ഒരു തീക്കട്ട എടുക്കുക, എന്നിട്ട് അതുകൊണ്ടൊന്ന് കളിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കുട്ടി അത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം കരയുന്നു. എന്താ നിൻ്റെ അഭിപ്രായം? അങ്ങനെ ഉണ്ടായാൽ ഹൽ യുഅ്തിഹാ ലഹു അബൂഹു, അവൻ്റെ വാപ്പ അവനത് കൊടുക്കുമോ? ആ തീക്കട്ട അവൻ്റെ വാപ്പ, അവൻ്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് ആരാണെങ്കിലും അവൻ്റെ രക്ഷിതാവ് അതെടുത്ത് കൊടുക്കുമോ? ആ കുട്ടിക്ക് അത് കൊടുക്കുമോ എന്ന് ചോദിച്ചു. ഹൽ യുഅ്തിഹാ ലഹു അബൂഹു, അവൻ്റെ വാപ്പ ആ കുട്ടിക്ക് അത് കൊടുക്കുമോ? ഖാലൽ അറാബിയു, അറാബി പറഞ്ഞു, ബിത്തൊബഇ ല, എൻ്റെ വിവരമനുസരിച്ച്, എൻ്റെ ഊഹമനുസരിച്ച്, അല്ലെങ്കിൽ നാട്ടുനടപ്പനുസരിച്ച് ഇല്ല, കൊടുക്കൂല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ കുട്ടിക്ക് തീക്കട്ട കൊടുക്കൂല. എന്താ? ഹിമായത്തൻ, അവനോടുള്ള ഒരു സംരക്ഷണം ഓർത്തുകൊണ്ട്, അവനുള്ള സംരക്ഷണം ആലോചിച്ചുകൊണ്ട്, ആ തീക്കട്ട കൊണ്ട് കളിച്ചിട്ട് തീ പൊള്ളൂലേ എന്ന് ആലോചിച്ചുകൊണ്ട് ആ കുട്ടിക്ക് അത് കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഖാലൽ ഹക്കീമു, അപ്പോൾ ഈ ജ്ഞാനി പറയുകയുണ്ടായി: വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിനാണ് ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊക്കെ ചേരുക. ഏറ്റവും നല്ല ഉദാഹരണങ്ങളെ അള്ളാഹുവിനാണ് ചേരുക. ഖദ് തബ്കി, നീ കരയുന്നത്, അല്ലെങ്കിൽ കരഞ്ഞാഗ്രഹിക്കുന്നത്, അങ്ങേയറ്റം സിദ്ധത്തോട് കൂടിയിട്ട് നീ ആഗ്രഹിക്കുന്നത്, അലാ ജംറത്തിൻ, ഒരു തീക്കട്ടയാണ്. നീ അങ്ങേയറ്റം താല്പര്യത്തോടുകൂടി ചോദിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ഒരു തീക്കട്ട കിട്ടാനാണ്. തളനുഹ ദിഫ് അൻ, അത് നിനക്ക് തണലേകുമെന്ന്, തുണയാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ആ തീക്കട്ട കിട്ടിയാൽ തൽക്കാലത്തേക്ക് എനിക്ക് ഒപ്പിക്കാം എന്ന രൂപത്തിലാണ് നീ എന്തോ ഒരു നല്ല കാര്യം വിചാരിക്കുന്നത്. നിൻ്റെ കണ്ണിൽ അത് നല്ലതാണ്, പക്ഷേ നീ ആ ചോദിക്കുന്നത് തീയിൻ്റെ കട്ടയാണ്. നിനക്ക് സംരക്ഷണം ആലോചിച്ചുകൊണ്ട്, നിന്നെ പരിപാലിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് നീ അത് പറയുന്നത്. അതേസമയം വയംനഉഹല്ലാഹു അൻക, അള്ളാഹു നിന്നിൽ നിന്ന് അതിനെ തടയുന്നു, ബിഹിക്മത്തിൻ, ഒരു തത്വജ്ഞാനം എന്ന നിലയിൽ, ലി അന്നഹു യഅലമു അന്നഹ സതഹ്രികുക, അള്ളാഹുവിനറിയാം അത് നിന്നെ കരിച്ചു കളയുമെന്ന്. നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആ സാധനം നിനക്ക് അള്ളാഹു നൽകുകയും
അത് നൽകിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുമ്പം നീ നരകത്തിലേക്ക് പതിക്കാനാണ് കൂടുതൽ സാധ്യത എന്നും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹു വളരെ തന്ത്രപൂർവ്വം നിന്നിൽ നിന്നത് വിലക്കാണ് ചെയ്യുന്നത്, നിനക്കത് തരാതിരിക്കുകയാണ് ചെയ്യുന്നത്. നീ ചോദിച്ച കാര്യം തരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണല്ലോ നീ ചോദിക്കുന്നത്. ആ ചോദിച്ച കാര്യം നിനക്ക് തന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വേഗത്തിൽ നരകമായിരിക്കും അതുകൊണ്ട് നിനക്ക് കിട്ടുക. അതുകൊണ്ടാണ് അള്ളാഹു അത് നിനക്ക് തരാതെ സൂക്ഷിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ ഖുർആൻ ആയത്ത് കൂടി പറഞ്ഞു, വഅസാൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾ എത്രയോ കാര്യങ്ങൾ വെറുക്കുന്നുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വെറുക്കുന്നുണ്ടാകാം, പക്ഷേ വഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന കുറേ കാര്യങ്ങളില്ലേ, അത് നിങ്ങൾക്ക് എത്രയോ ഗുണകരമായിരിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങൾ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് തേടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അത് നിങ്ങൾക്ക് ഉപദ്രവമായിരിക്കും, അത് നിങ്ങൾക്ക് പിൽക്കാലത്ത് നരകം കിട്ടാനായിരിക്കും സാധ്യത. അതറിയുന്നയാളാണ് അള്ളാഹു. അതുകൊണ്ട് ചോദിച്ചതൊക്കെ അള്ളാഹു തരണമെന്നില്ല, അള്ളാഹു തരില്ല. നല്ല കാര്യം ആലോചിച്ചോട്, കാരണം നീ നരകത്തിലാവരുത് എന്ന ചിന്ത എന്ന രൂപത്തിൽ ആയതുകൊണ്ടാണ് അള്ളാഹു അത് തരാത്തത്. അതുകൊണ്ട് അള്ളാഹിനോട് യാതൊരു വിധത്തിലുള്ള പിണക്കുണ്ടാവേണ്ടതില്ല നിനക്ക്. അള്ളാഹു ചെയ്തത് വലിയ നല്ല കാര്യമാണ് എന്നോർത്തുകൊണ്ട് കൂടുതൽ നല്ലയാളായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ചോദിക്കുന്നതോ അള്ളാഹുനോട് ചോദിക്കുന്നതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അത് കിട്ടാത്തതിന് നമുക്കൊരു വെറുപ്പുണ്ടാവരുത്. കാരണം അതിൽ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് നരകമായിരിക്കും. അതുകൊണ്ടായിരിക്കും അള്ളാഹു തരാത്തത്. അതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടാവും. അതുകൊണ്ട് തൃപ്തിപ്പെടുക. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.